ലോകം ഭരിക്കുന്നത് ജൂതന്മാരാണെന്ന് വാദമുയർത്തുന്ന ഇസ്രയേലിന് വർഷങ്ങളായിട്ടും സമാധാനം ലഭിച്ചിട്ടില്ല. യുദ്ധങ്ങളും അതിർത്തി സംഘർഷങ്ങളും ആ രാജ്യത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ പിന്തുണയോടെ എല്ലാത്തിനെയും സധൈര്യം നേരിടുന്ന ജൂതന്റെ യഥാർത്ഥ ശത്രു ആരാണ് എന്ന് നമ്മൾ ഇന്ന് നോക്കുന്നു. 1948 സ്ഥാപിതമായതു മുതൽ ഇസ്രയേൽ നിരന്തരമായ ഒരു പ്രാദേശിക അരക്ഷിതാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. അതിന്റെ നിലനിൽപ്പിനും സുരക്ഷയ്ക്കും വിവിധ തലങ്ങളിലുള്ള ഭീഷണി ഉയർത്തുന്ന രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രതിരോധം ഇസ്രയേലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. എന്നിരുന്നാലും ഏത് രാജ്യമാണ് ഇസ്രയേലിന് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുന്നത് എന്ന ചോദ്യം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ ചലനാത്മകതയുടെ പ്രശ്നം കൂടിയാണ്. ചരിത്രപരമായി ഇസ്രയേലിന്റെ പ്രാഥമിക ഭീഷണികൾ അയൽരാജ്യങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. എന്നാൽ സമീപ ദശകങ്ങളിൽ അധികാര സന്തുലിതാവസ്ഥ മാറി. ഇറാൻ ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നായി ഉയർന്നു വന്നു കഴിഞ്ഞു. ഇറാനെ പലപ്പോഴും ഇസ്രയേലിന് ഏറ്റവും വലിയ ഭീഷണിയായി കണക്കാക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ഇന്ന് പര്യവേഷണം ചെയ്യുന്നത്. എന്ത് പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും അത് ആഴ്ന്നിറങ്ങിയ അടിവേരുകളെ കുറിച്ചാണ് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന്റെ ചരിത്രത്തിൽ നിന്ന് തന്നെ ആ കഥ തുടങ്ങാം. ഒന്നാമത്തത് ചരിത്രപരമായ സന്ദർഭമാണ് അറബ് ഇസ്രയേൽ സംഘർഷം. ചരിത്രപരമായി ഇസ്രയേലിന്റെ പ്രാഥമിക സുരക്ഷാ ആശങ്കകൾ അതിന്റെ അറബ് അയൽക്കാരിൽ നിന്നാണ് വന്നത്. 1948 ഇസ്രയേൽ രൂപപ്പെട്ടതിനെ തുടർന്ന് ഈജിപ്ത്, ജോർദാൻ, ഇറാഖ്, സിറിയ, ലെബനൻ എന്നിവ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുടെ ഒരു സഖ്യം ഇസ്രയേലിനെ ആക്രമിക്കാനൊരുങ്ങി. ഒന്നാമത് അറബ് മേഖലയിൽ ഒരു ജൂതരാഷ്ട്രം അനുവദിച്ചു കൊടുക്കാൻ അറബ് സാഹോദര്യത്തിന് ഒട്ടും മനസ്സുണ്ടായിട്ടില്ല. ഈ സംഘർഷം ആദ്യത്തെ അറബ് ഇസ്രയേൽ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്. തുടർന്നുള്ള ദശകങ്ങളിൽ 1956 സൂയസ് പ്രതിസന്ധി, 1967 6 ദിവസത്തെ യുദ്ധം, 1973 യോം കിപ്പൂർ യുദ്ധം എന്നിവയുൾപ്പെടെ ഇസ്രയേൽ അയൽക്കാരുമായി ആവർത്തിച്ച് സംഘർഷങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരുന്നു. ഈ യുദ്ധങ്ങൾ ഇസ്രയേലിന്റെ നിലനിൽപ്പിന് കാര്യമായ ഭീഷണിയായിരുന്നുവെങ്കിലും 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഈ പ്രദേശത്തിന്റെ ചലനാത്മകത മാറി തുടങ്ങി. 1979 ഇസ്രയേലും ഈജിപ്തും തമ്മിലുള്ള സമാധാന കരാറും തുടർന്ന് 1994 ജോർദാനുമായുള്ള സമാധാന ഉടമ്പടിയും ഈ രാജ്യങ്ങളിൽ നിന്നുള്ള നേരിട്ടുള്ള സൈനിക ഭീഷണിയെ ഗണ്യമായി കുറയ്ക്കുന്നതിലേക്ക് നയിച്ചു. ഇസ്രയേലിന്റെ സുരക്ഷാ അന്തരീക്ഷത്തിലെ മാറ്റം രാജ്യേതര കക്ഷികളിലും കൂടുതലും ഇറാനിലും കേന്ദ്രീകരിച്ചു തുടങ്ങി. അടുത്തത് പ്രാദേശിക ശക്തി എന്ന നിലയിലെ ഇറാന്റെ വളർച്ചയാണ്. 1979 ഇസ്ലാമിക വിപ്ലവത്തിനു ശേഷം മധ്യപൂർവ്വ ദേശത്ത് ഇറാന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം ഇസ്രയേലിന്റെ സുരക്ഷാ രംഗത്ത് ഒരു മാറ്റത്തിന് കാരണമായി. വിപ്ലവത്തെ തുടർന്ന് ഇറാൻ ഇസ്രയേലിനോട് പ്രതികൂലമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഇസ്രയേലിന്റെ സർവനാശത്തിന് ആഹ്വാനം ചെയ്തു. ആയത്തുള്ള ഖമേനിയും പിന്നീട് അദ്ദേഹത്തിന്റെ പിൻഗാമികളും നയിച്ച ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നേതൃത്വം ഇസ്രയേലിനെ ഒരു നിയമവിരുദ്ധ രാഷ്ട്രമായും മേഖലയിലെ ഒരു പ്രധാന ശത്രുവായും പരുവപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ലെബനനിലെ ഹിസ്ബുള്ള, അതുപോലെ ഗാസയിലെ ഹമാസ്, ഇറാഖിലെയും സിറിയയിലെയും വിവിധ ഷിയ മിലിഷ്യ ഗ്രൂപ്പുകൾ തുടങ്ങിയ പ്രോക്സി ഗ്രൂപ്പുകളുടെ പ്രധാന സ്പോൺസർ എന്ന നിലയിൽ ഇറാന്റെ പങ്ക് ഇസ്രയേലിന് ഒരു പ്രധാന ഭീഷണിയായി നിലകൊള്ളുന്നതാണ്. ടെഹ്റാനിൽ നിന്ന് സാമ്പത്തിക, ലോജിസ്റ്റിക്കൽ, സൈനിക പിന്തുണ നൽകുന്ന ഈ ഗ്രൂപ്പുകൾ ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് നിരന്തരമായി വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, 1.5 വർഷം നീണ്ടുനിന്ന ഫലസ്തീൻ സംഘർഷത്തിന് കാരണമായത് ഇറാൻ പിന്തുണയുള്ള ഹമാസ് എന്ന സായുധ സംഘടന ഇസ്രയേലിന്റെ മണ്ണിൽ കയറി കളിച്ചതാണ് എന്നത്. പിന്നീട് വലിയ രക്തച്ചൊരിച്ചിലാണ് ഉണ്ടായത്. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടി നടപ്പിലാക്കിയ ഒരു കാര്യം തന്നെയാണ്. അടുത്തത് ഇറാന്റെ ആണവ പദ്ധതിയാണ്. ഇറാൻ ഇസ്രയേലിന് ഒരു പ്രധാന ഭീഷണിയായി കാണപ്പെടുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അതിന്റെ ആണവ പദ്ധതി തന്നെയാണ്. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും അത് അവർക്കൊരു സൈനിക നേട്ടം നൽകുന്നുവെന്നും മിഡിൽ ഈസ്റ്റിലെ അധികാര സന്തുലിതാവസ്ഥ മാറ്റുമെന്നും ഇസ്രയേൽ വളരെ കാലമായി ആശങ്കാകുലരാണ്. തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണെന്ന ഇറാന്റെ അവകാശവാദങ്ങൾക്കിടയിലും ഇറാന്റെ ഉദ്ദേശങ്ങൾ കൂടുതൽ ആക്രമണാത്മകമാണെന്ന് ഇസ്രയേൽ വിശ്വസിക്കുന്നു. ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ, അതായത് IAEA 2021 റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി ഗണ്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആയുധ ഗ്രേഡ് മെറ്റീരിയൽ നേടുന്നതിലേക്ക് അടുപ്പിക്കുന്ന തലത്തിലേക്ക് യുറേനിയം സമ്പുഷ്ടമാണ്. ഇതിന് മറുപടിയായി ഇറാൻ ആണവായുധങ്ങൾ നേടുന്നത് തടയാൻ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് ഇസ്രയേൽ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി. ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനകളിൽ ഈ നിലപാട് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അതിന്റെ സാധ്യതയുള്ള ആണവശേഷി കാരണം ഇറാനെ ഇസ്രയേലിന് അസ്തിത്വ ഭീഷണിയെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. അടുത്തത് ഇറാന്റെ പ്രാദേശിക സ്വാധീനമാണ്.
സിറിയ, ഇറാഖ്, ലെബനൻ എന്നിവിടങ്ങളിലെ ഇറാന്റെ സൈനിക ഇടപെടൽ ഇസ്രയേലിനെ പരോക്ഷമായി ഭീഷണിപ്പെടുത്താനുള്ള കഴിവ് ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇസ്രയേലിന്റെ അതിർത്തികളിൽ, പ്രത്യേകിച്ച് സിറിയയിൽ തന്ത്രപരമായ അടിത്തറ സ്ഥാപിക്കാൻ ഇറാൻ പ്രോക്സി സേനകളെ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ ഹിസ്ബുള്ളയുമായി സഖ്യമുണ്ടാക്കുന്ന മിലിഷ്യകളെ കെട്ടിപ്പടുക്കാൻ അവർ സഹായിക്കുകയും ചെയ്തു. ബാഗ്ദാദിലൂടെയും ഡമാസ്കസിലൂടെയും കടന്നുപോകുന്ന ടെഹ്റാനിൽ നിന്ന് ബെയ്റൂട്ടിലേക്കുള്ള ഒരു ലാൻഡ് കോറിഡോർ സൃഷ്ടിക്കുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യം പോലും. ഇത് ഇസ്രയേലുമായി ഒന്നിലധികം സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പായ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങളും പിന്തുണയും നൽകാൻ അനുവദിക്കുന്നതുമാണ്. ലെബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയ്ക്ക് ഇറാന്റെ വൻതോതിൽ ആയുധശേഖരമുണ്ട്. ദ ന്യൂയോർക്ക് ടൈംസ് 2020 പുറത്തിറക്കിയ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഹിസ്ബുള്ളയുടെ മിസൈൽ ശേഖരം ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യാന്തര ആയുധ ശേഖരങ്ങളിലൊന്നാണ് എന്ന് പറയുന്നുണ്ട്. ഇത് ഇസ്രയേലിനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നും റിപ്പോർട്ട് പറയുന്നു. 1,30,000 റോക്കറ്റുകളാണ് ഇവരുടെ കൈവശമുള്ളത്. ഇറാന്റെ പിന്തുണയുള്ള, വ്യക്തമായ ഇസ്രയേൽ വിരുദ്ധ അജണ്ടയുള്ള ഒരു രാജ്യമല്ലാത്ത വ്യക്തിയുടെ കൈകളിലാണ് ഈ ആയുധങ്ങൾ ഉള്ളതിനാൽ തന്നെ ഇത് നേരിട്ടുള്ളതും നിരന്തരവുമായ ഒരു ഭീഷണി തന്നെയാണ് ഉയർത്തുന്നത്. കൂടാതെ സിറിയയിലെ ഇറാനിയൻ പിന്തുണയുള്ള മിലിഷ്യകൾ രാജ്യത്ത് സ്ഥിരമായി ഒരു സൈനിക സാന്നിധ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. പലപ്പോഴും ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയോട് അടുത്താണ് ഇത് സംഭവിക്കുന്നത്. ഇറാനിയൻ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ നിർവീര്യമാക്കാനും ഹിസ്ബുള്ളയിലേക്ക് നൂതന ആയുധങ്ങൾ കൈമാറുന്നത് തടയാനും ലക്ഷ്യമിട്ടുകൊണ്ട് സിറിയയിൽ ഇസ്രയേൽ വ്യോമാക്രമണങ്ങൾ പതിവായി നടത്തുന്നതിന്റെ കാരണവും ഇതുതന്നെയാണ്. അടുത്തത് ഇറാൻ ഇസ്രയേൽ വിരുദ്ധതയും ഭീകരതയ്ക്കുള്ള പിന്തുണയും തന്നെയാണ്. ഇറാൻ നേതൃത്വം ഇസ്രയേലിനെ നിരന്തരം ശത്രുവായിട്ട് തന്നെയാണ് കാണുന്നത്. പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദ് നജാദ് പോലെയുള്ള നേതാക്കൾ ഇസ്രയേലിന്റെ നാശത്തിന് പരസ്യമായി ആഹ്വാനം ചെയ്തിട്ടുമുണ്ടായിരുന്നു. അപകടത്തിൽ മരിച്ച പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അത്തരം നേരിട്ടുള്ള ഭീഷണികളിൽ നിന്ന് അല്പം പിന്മാറിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇസ്രയേലിനോടുള്ള ഇറാനിയൻ സർക്കാരിന്റെ അടിസ്ഥാന നിലപാട് മാറ്റമില്ലാതെ തുടർന്നു പോരുകയായിരുന്നു. ഇറാനിയൻ ഭരണകൂടം ഇസ്രയേലിനെ ഒരു സാമ്രാജ്യത്വ സ്ഥാപനമായി കാണുകയും മിഡിൽ ഈസ്റ്റിൽ നിന്ന് അതിനെ നീക്കം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു വരികയാണ്. അടുത്തത് ഇസ്രയേൽ ഇറാൻ പ്രോക്സി സംഘർഷങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇസ്രയേലും ഇറാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ നിഴൽ യുദ്ധം എന്ന് വിളിക്കാവുന്നതാണ്. സിറിയയിലെ ഇറാനിയൻ താൽപര്യങ്ങളെ ഇസ്രയേൽ പതിവായി ലക്ഷ്യം വെച്ചിട്ടുമുണ്ട്. കൂടാതെ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ സൈബർ ആക്രമണങ്ങൾ നടത്തിയിട്ടുമുണ്ട്. പ്രത്യേകിച്ച് 2020 സ്റ്റക്സ്നൈറ്റ് സൈബർ ആക്രമണമൊക്കെ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഈ ഏറ്റുമുട്ടലുകളുടെ ആവൃത്തിയും മേഖലയിലെ ഇറാനിയൻ ഭീഷണികളെ നിർവീര്യമാക്കുന്നതിൽ ഇസ്രയേൽ നിരന്തരം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും സാഹചര്യത്തിന്റെ ഗൗരവം അടിവരയിടുന്നു. അടുത്തത് ആഗോള പ്രാദേശിക വീക്ഷണ കോണുകളെക്കുറിച്ചാണ്. ആഗോള വീക്ഷണകോണിൽ നിന്ന് ഇസ്രയേലിനോടുള്ള ഇറാന്റെ വിരോധം മേഖലയിലെ മറ്റ് രാജ്യങ്ങളുമായി പ്രതിധ്വനിക്കുന്നുണ്ട്. സിറിയ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ഇറാന്റെ അടുത്ത ബന്ധവും ഹിസ്ബുള്ള പോലെയുള്ള ഗ്രൂപ്പുകൾക്ക് നൽകുന്ന പിന്തുണയും ഇസ്രയേലിനെ അപകടകരമായ അവസ്ഥയിലാണ് നിലനിർത്തുന്നത്. ഒരു പ്രാദേശിക ശക്തിയായി ഇറാൻ ഉയർന്നു വന്നത് റഷ്യ പോലുള്ള രാജ്യങ്ങളുമായുള്ള പങ്കാളിത്തത്തിലേക്കാണ് നയിച്ചത്. 2015 സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതി, അതായത് JCPOA അല്ലെങ്കിൽ ഇറാൻ ആണവ കരാർ, ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് ആദ്യം കണ്ടിരുന്നത്. എന്നാൽ ഇസ്രയേൽ കരാറിനെ വളരെയധികം വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് ഇറാൻ ഒരു അസ്തിത്വ ഭീഷണിയായി കാണുക എന്ന് തന്നെയാണ്. മേഖലയിൽ ഉടനീളമുള്ള ഗ്രൂപ്പുകളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ഇസ്രയേൽ ഒന്നിലധികം ഭീഷണികൾ നേരിടുന്നുണ്ടെങ്കിലും ആണവ അഭിലാഷങ്ങൾ, പ്രാദേശിക സ്വാധീനം, പ്രോക്സി യുദ്ധതന്ത്രം, ഇസ്രയേലിനോടുള്ള സ്ഥിരമായ ശത്രുത എന്നിവ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണിയായി ഇസ്രയേൽ കണക്കാക്കുന്നത് മറ്റാരെയുമല്ല, അത് ഇറാനെ തന്നെയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന നിഴൽ സംഘർഷം സാഹചര്യത്തിന്റെ ഗൗരവം കൂടുതൽ എടുത്തു കാണിക്കുന്നുണ്ട്. കാരണം ഇറാൻ ആണവായുധങ്ങൾ നേടുന്നത് തടയാൻ ഇസ്രയേൽ പ്രതിജ്ഞാബദ്ധമാണ്. കാരണം അത് അവരുടെ നിലനിൽപ്പിന് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ഇറാൻ മിഡിൽ ഈസ്റ്റിൽ സ്വാധീനം വികസിപ്പിക്കുന്നത് തുടരുമ്പോൾ ഇറാനെ അസ്ഥിരപ്പെടുത്താനുള്ള നടപടികളെക്കുറിച്ചുള്ള ഇസ്രയേലിന്റെ ആശങ്കകൾ പ്രസക്തമാണ്. ഇസ്രയേലി സുരക്ഷാ നയത്തിന്റെ കേന്ദ്ര ബിന്ദുവായി തുടരാൻ സാധ്യതയും ഇതുകൊണ്ട് തന്നെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്, എന്തായാലും കമന്റിൽ കുറിക്കുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.